Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ആക്ച്വലി വന്നത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് 𝐼𝐼𝐴𝐻 സൈഡിൽ നിന്ന് ഒരു ദീപാവലി ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 𝐼𝐼𝐴𝐻 ബോക്സ് എന്ന് കണ്ടോ. നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇവിടെ 𝐼𝐼𝐴𝐻 സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി പറഞ്ഞേക്കുന്നത് ഒരു 3000 rupees വർത്ത് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞ് നമുക്ക് ആക്ച്വലി മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും സംഭവം നോക്കി നോക്കാം. ഞാൻ ആക്ച്വലി ഇതും ഒരു റാപ്പിങ്ങും ഇതിൻ്റെ മുകളിൽ വേറൊരു ബോക്സും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനുള്ള എന്തൊക്കെയുള്ള എന്താ സംഭവം ഉള്ളതെന്നൊക്കെ നോക്കി നോക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസും കാണാത്തവർ പോയി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാണണമെങ്കിൽ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ 𝐺HT വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. നമുക്ക് ആക്ച്വലി ചെറുതായിട്ട് കോൾഡും സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു വോയിസ് ഡിഫറൻസിനൊക്കെ ഉണ്ടായിരിക്കും, ക്ലാരിറ്റി. അപ്പോൾ ഒന്ന് ക്ഷമിക്കാട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി തുറക്കാൻ നല്ല ഈസിയാണ്. നല്ല കിടിലൻ ബോക്സ് ആണ്, നല്ല ക്വാളിറ്റി ബോക്സ് ആണ്. നമുക്ക് ഇങ്ങനെയാണ് ആക്ച്വലി ഓപ്പൺ ചെയ്യാൻ കണ്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ആദ്യം തന്നെ നമുക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇതെന്താ, ദ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജസ് ആർ ഇപ്പോൾ ഡിയർ കാർഡ് മെമ്പർ എന്നൊക്കെ വന്നിട്ട് ഒരു എന്താ പറയുക, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിങ് കോർപ്പറേഷൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് ഇതിലൊരു ബൈനോക്കുലർ വന്നിട്ടുണ്ട്. ഒരു നമുക്ക് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഷോക്കേസ് ഐറ്റംസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് ഒരു സാധനം. ഇതുണ്ട്, ഇത് ലെതർ ഫിനിഷിലൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഇവിടെ തുന്നലും സംഭവങ്ങളൊക്കെ കാണാം. ഇത് ആക്ച്വലി ഒരു ബൈനോക്കുലർ പോലെ സാധനം ഉണ്ട്. ബൈനോക്കുലർ തന്നെയാണ് ആക്ച്വലി ഉണ്ടോ. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നോക്കാറില്ലേ ഈ എന്താ പറയുക, പൈറേറ്റ്സും ഈ ബോട്ടിലൊക്കെ പോകുമ്പോൾ ആക്ച്വലി ബൈനോക്കുലർ തന്നെയാണ്. അത് ആക്ച്വലി വർക്കിംഗ് ആണ്. ലുക്ക് മാത്രമല്ല, വർക്കിംഗ് ആണ് കേട്ടോ. അതിൽ ലെൻസും സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരെണ്ണം കിട്ടുന്നത്. പിന്നെ നമുക്ക് ഒരു കാർഡ് കിട്ടുന്നുണ്ട്. ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നമുക്ക് ടാഗായിട്ടും അതുപോലെ തന്നെ കീ ചെയിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ കിട്ടുന്നില്ലല്ലോ. 2 അങ്ങനത്തെ സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഒരു ടാഗ് എന്ന് പറയുന്നത്. അവരുടെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ. ഒരു ബ്ലൂ കളർ. നിങ്ങൾക്ക് അറിയിക്കാം അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കളർ തന്നെ ഈ സാധനം ഈ കളറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടാഗും അതൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ പേര് എഴുതിയിട്ട് ടാഗ് ഇടാം. ഇതാ ഉണ്ടോ, നമ്മുടെ അഡ്രസ്സ് സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ട് നമുക്ക് ഇതിലിടാം. ഇതിൽ നമുക്ക് എങ്ങനെയാണ് ടാഗ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒരു റിങ്ങും പോലെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റിങ് നമുക്ക് ഇത് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ടാഗായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അല്ലെങ്കിൽ കീ ചെയിനായിട്ട് ഉപയോഗിക്കാം. 2 നമുക്ക് ഉപയോഗിക്കാം. മെറ്റലിൻ്റെ സംഭവമാണ് കേട്ടോ, മെറ്റലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിക്കുന്നത്. ഇത് 2 കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരെണ്ണം ആ സൈഡിൽ ഇരിക്കുന്നുണ്ട്, ഒരെണ്ണം ഈ സൈഡിലാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഒരു ഷോക്കേസ് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു എയറോപ്ലെയിൻ്റെ ഉണ്ടോ. ഇത് മെറ്റാലിക്കാണ്, നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്. ഈ സാധനം നമ്മൾ വാങ്ങിക്കാൻ പോയി എന്തായാലും എനിക്ക് തോന്നുന്നത് 1000-1500 രൂപ നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ ഷോപ്പിലേക്ക് പോയാൽ വാങ്ങിക്കാൻ ഉണ്ടോ. മുകളിലായിട്ട് നിങ്ങൾക്ക് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ലോഗോ കാണാം. എനിക്ക് തോന്നുന്നു 2000 രൂപയുടെ വാല്യൂ വരുന്നുണ്ട്. വെച്ചാൽ നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ വാച്ചാണ് കണ്ടോ. വാച്ച് വർക്കിംഗ് ആണ്. ഇതിൽ ചെറിയ ബാറ്ററി വരുന്ന വാച്ചാണ് ഇത്. അതും പോരാണ് നമുക്ക് ആക്ച്വലി നമ്മൾ ചക്കറും ഉണ്ട് കണ്ടോ. നമുക്ക് ഇതാണെങ്കിൽ ചെറിയൊരു ടോയൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കാറിലൊക്കെ ഫിക്സ് ചെയ്യാൻ നല്ല ബെസ്റ്റ് സാധനം എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഞാൻ കാറിൽ ഫിക്സ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. പക്ഷേ ഇതിന് അടിയിൽ എന്താ പറയുക, ടയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇരിക്കുമെന്ന് സംശയമുണ്ട്. ടേബിളിലൊക്കെ വെക്കാൻ കിടിലൻ സാധനമാണ് കേട്ടോ. കണ്ടോ, ടേബിളിൽ വെക്കാൻ കിടിലൻ സാധനമാണ്. ചെറിയ ക്ലോക്കാണ്, വർക്കിംഗ് ക്ലോക്കാണ് കേട്ടോ. ചുമ്മാ ഷോക്കേസ് സംഭവം ഒന്നുമല്ല. ഞാനിപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് സൈഡിൽ നിന്ന് വന്നേക്കുന്ന ഗിഫ്റ്റാണ്. ആക്ച്വലി നമുക്ക് 2-3 എന്താ പറയുക ഡ്രസ്സുകളും സംഭവം വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ഓൾറെഡി 2-3 അമെക്സ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് 2 അമെക്സിൻ്റെ ക്രെഡിറ്റ് കാർഡും ഒരു ചാർജ് കാർഡും, അതായത് ഒരു ഗോൾഡ് ചാർജ് കാർഡും പിന്നെ 2 സ്മാർട്ട് ടേൺ കാർഡും പിന്നെ ഒരു മെമ്പർഷിപ്പ് റിവാർഡ് കാർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അമെക്സിൻ്റെ കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. നോർമലി ഫസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടില്ല. അത് നല്ല ഹൈ എന്താ പറയുക സാലറി ഉണ്ടെങ്കിൽ തന്നെ കിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അത്യാവശ്യം നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി നല്ല പ്രൊഫൈലൊക്കെ ഉള്ളവർക്ക് മാത്രമേ അമെക്സ് കിട്ടുള്ളൂ. പിന്നെ പോരാത്തതിന് നിങ്ങൾക്ക് ഇപ്പോൾ സർവീസ് പിൻകോഡ് സർവീസുകളായിരിക്കണം. ഇപ്പം പക്ഷേ മെജോറിറ്റി നമ്മുടെ എന്താ പറയുക കേരളത്തിലൊക്കെ അത്യാവശ്യം സർവീസുകളായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ തൃശ്ശൂരാണ്. ഇത്ര കാലം തൃശ്ശൂരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് കാർഡ് കിട്ടിയിട്ട് ഓൾമോസ്റ്റ് 1 കൊല്ലം ആവാറായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു സൈഡിൽ പോയി നോക്കി കഴിഞ്ഞാൽ ആകെ 3 കാണുള്ളൂ. അതായത് കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം. കോഴിക്കോടും മെയിനായിട്ടില്ല, പക്ഷേ ട്രിവാൻഡ്രത്തും എറണാകുളത്താണ് മെയിനായിട്ട്. അവർ ശരിക്കും അവരുടെ സൈറ്റിൽ അപ്ഡേറ്റ് അല്ല കേട്ടോ. ഇതും പോരാണ്ട് തൃശ്ശൂർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്, പിന്നെ നമ്മുടെ കോട്ടയം ഉണ്ടെന്ന് ഞാൻ കേട്ടു. അതും എല്ലാ പിൻകോഡിലും ഉണ്ടാവില്ല കേട്ടോ. മെയിൻ പിൻകോഡ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ വേണേൽ കാർഡ് കാണിച്ചു തരാം. ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ച് ഉപയോഗിക്കുന്നത് ആക്ച്വലി ആകെ ചാർജ് കാർഡ് മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ ഈ ഒരു എംഎക്സിൻ്റെ ഗോൾഡ് ചാർജ് കാർഡാണ് ഞാൻ മോസ്റ്റ്ലി പേഴ്സിൽ ഉപയോഗിക്കുന്നത്. എൻ്റെ പേഴ്സ് ആകെ മാറ്റാറായിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പേഴ്സായിരുന്നു, അർബൻ ഫോറസ്റ്റ് ആയിട്ട്. പക്ഷെ ഇതിൻ്റെ സൈഡ് കയറി. അതാണ് നമ്മൾ നല്ല ക്വാളിറ്റി സാധനം വാങ്ങിച്ചില്ലെങ്കിൽ ഇതാ കുഴപ്പം. ഇതെനിക്ക് തോന്നാൻ 1 കൊല്ലം ആവണമല്ലോ തോന്നുന്നുണ്ട്.
ഒരു കൊല്ലം കഴിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഇതിൻ്റെ ഈ പേഴ്സിൽ നമുക്ക് കോയിൻ ഇടുന്ന സാധനമല്ലോ, ആ സാധനം കയറി. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൈഡിൽ കൂടെ പോവുകയാണ്, അറിയുന്ന പോലും ഇല്ല. അപ്പോൾ ഇതാ നമ്മളന്ന് 500 രൂപ നമ്മൾ എന്താ പറയുക പ്രൈസ് കുറഞ്ഞ് നോക്കി വാങ്ങിച്ചാൽ ഇതാണ് കുഴപ്പം. പ്രൈസ് കുറഞ്ഞ് നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ നല്ല സാധനം വാങ്ങിക്കുമ്പോൾ 2000 കൊടുക്കേണ്ടി വരും. പ്രൈസ് കുറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ 2-3 കൊല്ലത്തിൽ 4-5 6 വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ടും പ്രൈസ് കൂടി. അതാണ് കുഴപ്പം. നമ്മൾ അധികം പ്രൈസ് കൺസേൺ ആയിട്ട് ലോ സാധനം ക്വാളിറ്റി കുറഞ്ഞ സാധനം വാങ്ങിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നല്ല സാധനം വാങ്ങിക്കുന്നതിൻ്റെ ഡബിളിൻ്റെ ട്രിപ്പിളും കാശ് കഴിഞ്ഞു പോകും. അതാണ് ഞാൻ ഇത്ര എക്സ്പീരിയൻസ് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ് അപ്ലൈ ചെയ്യാൻ ലിങ്ക് നമ്മുടെ റെഫർ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. സെറ്റപ്പിൻ്റെ റെഫർ ലിങ്ക് ആണ്. നിങ്ങൾക്ക് ആക്ച്വലി പിൻകോഡ് ഇഷ്യൂ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോർമലി നമ്മുടെ റെഫർ ലിങ്ക് ത്രൂ എടുക്കുമ്പോൾ കിട്ടും കേട്ടോ. ട്രൈ നോക്കാൻ മറക്കണ്ട. എന്താ വെച്ചാൽ ഏതൊക്കെ പിൻകോഡിലാണ് സർവീസബിളാണ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒറ്റ ബാങ്കിൻ്റെയും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അപ്ലൈ നോക്കിയാലും അറിയുള്ളൂ. നോർമലി ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സിബിൽ സ്കോറും ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് റെഫർ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.